ശ്രീ ഗുരുവായൂരപ്പ ശരണം നാരായണ. ഓം. ശ്രീമദ് ഭാഗവത മഹാപുരാണം തൃതീയ സ്കന്ധം അതിൽ 23-ാമത്തെ അധ്യായം മുതൽ സ്മരിക്കാൻ തുടങ്ങുന്നു. കർദമ പ്രജാപതി ദേവഹൂതിയെ വിവാഹം കഴിച്ചതിൻ്റെ ശേഷം അവരുടെ ജീവിതത്തെയാണ് ഇവിടെ പറയുന്നത്. ദേവഹൂതിയുടെ അച്ഛനമ്മമാരായിട്ടുള്ള മനു, ശതരൂപ അവർ ബ്രഹ്മാവർത്തത്തിൽ ബർഹിഷ്മതിയിലേക്ക് പോയി എന്നാണ്. കല്യാണം കഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം കുറച്ചൊരു വിരഹവേദനയോട് കൂടിയിട്ടാണ് പോയത്. പക്ഷെ അവർ ഭഗവാന്റെ പ്രസാദത്തിനായിക്കൊണ്ട് അവിടെ നാമം എഴുതുക, കീർത്തനം പാടുക, മറ്റേ കീർത്തനം എഴുതുക, ഭാഗവതം എഴുതുക, വായിക്കുക, അങ്ങനല്ലേ ഭഗവത്പരമായിട്ട് അവിടെ ജീവിച്ചു എന്ന് പറഞ്ഞു. ആ സമയത്താണത്ര ഈ മനുസ്മൃതിയൊക്കെ എഴുതിയിരിക്കുന്നത്. ഇവിടെ ദേവഹൂതി പാതിവ്രത്യത്തോടു കൂടിയിട്ട് മഹാദേവനെ എപ്രകാരത്തിലാണോ ശ്രീപാർവതി ശുശ്രൂഷയായിട്ട് സേവിച്ചത് അതേപോലെ സുകന്യാചവനൻ അവർ അങ്ങനെയാണ് പാതിവ്രത്യത്തിൻ്റെ ഒരു അങ്ങനെ മഹർഷിമാരൊക്കെ ഉണ്ട്, പ്രജാപതിമാർ ധാരാളമുണ്ട്. അത്രി, അനസൂയ, അതേപോലെ വസിഷ്ഠൻ, അരുന്ധതി, ഇവരൊക്കെ അതിൽ പെടും. അങ്ങനെ സേവിച്ചു എന്നാ. ഇവിടെ 10 വയസ്സേ ആയിട്ടുള്ളൂ കേട്ടോ ഈ കുട്ടിക്ക്. നല്ലോണം രാജകൊട്ടാരത്തു നിന്നാണേ വന്നിരിക്കണത്. എന്നിട്ട് ഈ കാട്ടിൽ ഒറ്റയ്ക്ക് വൃദ്ധനായിട്ടുള്ള ഒരാളെ, ഒരു മഹർഷിയെ, ഇവിടെ ഒരു സൗകര്യമില്ല. അവിടെ വെച്ചാൽ എല്ലാ സൗകര്യമുണ്ട്. രണ്ടും തമ്മിലുള്ള വലിയ വ്യത്യാസം. പക്ഷേ അതൊന്നും നമ്മുടെ കാര്യമായില്ല എന്നാണ്. അതെങ്ങനെ സേവിച്ചു? വളരെ വിശ്വാസത്തോടു കൂടിയിട്ട്, പരസ്പര വിശ്വാസം, അങ്ങോട്ടും ഇങ്ങോട്ടും തൻ്റെ രക്ഷകനാണ് എന്ന് കന്യകയ്ക്ക്, വെച്ചാൽ ഈ ഭാര്യയ്ക്ക്, കന്യകയല്ലല്ലോ, ഇപ്പോൾ വധുവായില്ലേ, അപ്പോൾ ഭാര്യയായി. അപ്പോൾ അതേപോലെ ഇത് തൻ്റെ എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് തന്നെ നിൽക്കുന്ന പത്നിയാണ് എന്ന് ഈ വൃദ്ധനായിട്ടുള്ള, ജ്ഞാനവൃദ്ധനായിട്ടുള്ള ഭഗവാനെ നേരിട്ട് കണ്ട കർദമ പ്രജാപതി. അപ്പോൾ എത്രയാ വരം ധാരാളമുണ്ടേ, കുറച്ചൊന്നല്ല. നല്ല ബലമാണെന്നർത്ഥം, നല്ല ഫലമുണ്ട്, അതാണ്. അങ്ങനെ വിശ്വാസത്തോട് കൂടിയിട്ട്, വളരെ ബഹുമാനത്തോട് കൂടിയിട്ട്, ആദരവോട് കൂടിയിട്ട്, ദേഹശുദ്ധി, മനഃശുദ്ധി, ലക്ഷ്യശുദ്ധി, ഇങ്ങനെ എത്രയാണ് ഈ ദേവഹൂതിയെ പറ്റി പറയേണ്ടത് ചോദിച്ചാൽ നിശ്ചല. ശമദമങ്ങളൊക്കെ, ഇന്ദ്രിയ അടക്കം, ദേഹ അടക്കം, അങ്ങനെയല്ലേ, മനസ്സടക്കം, ഇങ്ങനെയൊക്കെ ഇത് കർദമനാൽ കൊടുക്കപ്പെട്ടതായിട്ടുള്ളൊരു വരം തന്നെയാണ്. നല്ല വാക്ക് പറയുക, എപ്പോഴും സന്തോഷഭാവത്തിൽ, 36 തരത്തിലുള്ള സ്നേഹ ശുശ്രൂഷാദി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വേണ്ടത് ഇങ്ങനെ അറിഞ്ഞ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ആലസ്യമില്ല, അവിദ്യയില്ല, ആസക്തിയില്ല, മടിയില്ല, കാമം, കോപം, കാപട്യം ഒന്നുമില്ല. ഞാൻ എന്നുള്ളൊരു ബോധം പോലുമില്ല. അഹങ്കാരം ലെവലേശമില്ല എന്ന് സാരം. ശരിക്കൊരു തപസ്വിനി തന്നെ. അങ്ങനെ വീഴ്ച വരുത്താതെ കണ്ട്, മറക്കാതെ കണ്ട്, നന്നായിട്ട് പരിചരിച്ചു ഭർത്താവിനെ. ഭർത്താവ് തപസ് ചെയ്യുമ്പോൾ ഭാര്യയും തപസ് ചെയ്യും. അങ്ങനെയാണ്. വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും, വേണ്ടതൊക്കെ ഭർത്താവിനാൽ ലഭിക്കുന്നതൊക്കെ അനുഭവിക്കുകയും ചെയ്യും. കാല് തലോടി കൊടുക്കുക, ഇങ്ങനെയുള്ള പലതും ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യുന്നർത്ഥം. പിന്നെ പൂക്കളുണ്ടാക്കി കൊടുക്കുക, പൂജയ്ക്കുള്ളത്, അങ്ങനെ പലതുമുണ്ട്. അതൊക്കെ അതിൽ പെട്ടതാണ്. ഒരു സന്യാസിയായിട്ടുള്ള ഒരു രീതിയിലാണ് ഭർത്താവിനെ കണ്ടത്. അല്ലാണ്ട് കല്യാണം കഴിഞ്ഞ വഴിക്ക് ഭാര്യയും ഭർത്താവും നിലയ്ക്ക് അങ്ങനെയല്ല എന്നർത്ഥം. അതൊക്കെ വലിയ നിയമങ്ങളാണ്. ഇന്നിപ്പോൾ അതൊക്കെ പറഞ്ഞാൽ തന്നെ എത്രത്തോളം സ്വീകരിക്കുന്ന നിശ്ചല. തപസ്സിൽ യാതൊരു മാറ്റവും വരുത്തിയില്ല എന്നാണ് ഭഗവാനെ കണ്ടതിൻ്റെ, ഭഗവാൻ മറിഞ്ഞ ആ സമയത്തെ വരങ്ങളൊക്കെ കിട്ടിയതിൻ്റെ ശേഷം തപസ്സിൽ യാതൊരു മാറ്റവും വരുത്താണ്ട് നമ്മളൊക്കെ ആച്ചാലോ ഭഗവാനെ കണ്ടാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ മറന്നു. പിന്നെ ഈ സുഖത്തിലായി എന്നർത്ഥം. ഇവിടെ ആ സുഖം ചിന്തിച്ചിട്ടേ ഇല്ല കർദമനെ. വേളി കഴിഞ്ഞു, എന്നിട്ടും ഇല്ല എന്നർത്ഥം. അതാണ്. എന്നാൽ ഈ ദേവഹൂതിക്കുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഭർത്താവിൽ നിന്ന് കിട്ടണമെന്ന്? ലെവലേശല്ല. കർദമൻ എങ്ങനെയാണോ മെലിഞ്ഞത് അതേപോലെ ദേവഹൂതി മെലിഞ്ഞു എന്നാ. ഓജസ്സൊക്കെ നഷ്ടമായി ഈ ശുശ്രൂഷ കൊണ്ട്. 10-12 കൊല്ലം അങ്ങനെ കഴിഞ്ഞു. ഇപ്പോൾ ഒരിക്കൽ വളരെ യാദൃശികമായിട്ട് ഈ തേവാരമൊക്കെ കഴിഞ്ഞ സമയത്ത് ഭാര്യ ഒന്നിങ്ങനെ നോക്കിയിത്രേ, ശ്രദ്ധിച്ചു. പരിചര്യയിൽ നല്ല ശ്രദ്ധയുണ്ട്. അത് വലിയ സന്തോഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മനുവിൻ്റെ പുത്രിയാണ്, ഇങ്ങനെ ശുശ്രൂഷിക്കും
എന്നുള്ളത് അത്ര നിരീക്ഷോ നിശ്ചയില്ല. ഏതായാലും വലിയ മാന്യത കൊടുത്തു എന്നാ, ബഹുമാനിച്ചു നല്ലോണം. ഭർത്താവ് ഭാര്യയെ ബഹുമാനിച്ചു. വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ട് എന്താ വരം വേണ്ടത് ചോദിച്ചു. ഒരു ഭഗവാൻ ഭക്തനോട് ചോദിച്ച മട്ടാ ചോദിച്ചതേ. ഞാൻ എന്നെ തന്നെ അവിടത്തേക്ക് തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ സ്വന്തം ശരീരം ശ്രദ്ധിക്കാതെ കണ്ട് സ്വധർമ്മം ചെയ്ത് ഭർത്തൃസേവ കൃഷ്ണസേവയായിട്ട് തന്നെ പാതിവ്രത്യത്തെ ചെയ്ത പത്നിക്ക് എന്താ വെച്ചാൽ കൊടുക്കാം, അങ്ങനെ ആ രീതിയിലാണ്. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും തരണം എന്ന് തോന്നുന്നില്ല കേട്ടോ. നീ സ്വയം തന്നെ സിദ്ധികളൊക്കെ കിട്ടിയ ഒരവസ്ഥയിലാണുള്ളത്. എൻ്റെ വരത്തിൻ്റെ ആവശ്യമുണ്ട് തോന്നുന്നില്ല എന്നും കൂടിയും പറഞ്ഞേ. എന്നാലും ശരി, എൻ്റെ തപസ്സിൻ്റെ ഫലം മുഴുവൻ എന്താ തരണു കേട്ടോ. കല്യാണം കഴിച്ചോട് കൂടിയിട്ട് പകുതി കിട്ടിയിട്ടുണ്ട്, ഇപ്പോൾ മുഴുവൻ തരാമെന്നാ. എന്നുവെച്ചാൽ എനിക്കൊന്നും ആവശ്യമില്ല. അതാണ് മനുവിനേക്കാൾ വലിയ സൗകര്യത്തോട് കൂടിയിട്ട് ജീവിക്കാട്ടോ. ഒട്ടും പ്രയാസമില്ല. അതൊക്കെ ഇവരിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? മാനസികമായിട്ടുള്ള സച്ചിദാനന്ദമാണ് അനുഭവിക്കുന്നതേ. അത് ഈ കാട്ടിലെ കായും കിഴങ്ങും വേരും പച്ചവെള്ളവും കുടിച്ചിട്ടാണ്. നദിയിലെ വെള്ളം, ബിന്ദുസരസിലെ വെള്ളം, അത് പാലിനേക്കാളും പഞ്ചാര പായസത്തിനേക്കാളും മധുരമുണ്ടതിനെ. അതാണ് ഭഗവാന്റെ കണ്ണുനീരാണ്. ഭഗവാന്റെ കണ്ണുനീര് വെച്ചാൽ മധുരമുള്ള കണ്ണുനീരാണെന്ന് അർത്ഥം, അല്ലാണ്ട് ഉപ്പല്ല. അപ്പോൾ ഇവിടെ ഒന്നിനും കുറവില്ല. ഒട്ടും ആഗ്രഹമില്ലാത്ത ഒരാൾക്ക് കിട്ടുന്നതൊക്കെ ലാഭമാണ്. അപ്പോൾ അതൊക്കെ വളരെ സുഖമാണ്. അപ്പോൾ ഈ ദേവഹൂതിക്ക് ഇങ്ങനൊരു ആഗ്രഹം സ്വതേ ഒട്ടും ഇല്ലാത്തതുകൊണ്ട് എന്തിനാ അപ്പോൾ ഭർത്താവ് ഇങ്ങനെയൊക്കെ ചോദിക്കണമെന്നാവോ എന്നേ തോന്നിയുള്ളൂ എന്നർത്ഥം. അതാണ് ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണല്ലോ എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ ആ നിലയ്ക്ക് എന്തോന്ന് തരാൻ പോകുന്നുണ്ട് എന്നും അങ്ങനെ മനസ്സിലായി, പറയുകയും ചെയ്തുല്ലോ. അപ്പോൾ ദേവഹൂതിക്ക് ഒരു പ്രത്യേക ജ്ഞാനം ഉണ്ടായി എന്നാണ്. കാരണം കല്യാണം കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു വ്യാഴവട്ടക്കാലം കഴിഞ്ഞിറക്കണം, ഭർത്തൃസേവയുടെ ഫലം. അപ്പോൾ ഇനി വേണ്ടത് എന്താ? ഭർത്താവിനൊരു പുത്രനെ കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഭഗവാനെ തന്നെ എനിക്ക് പുത്രനായിട്ട് വേണം. ഇത് ഭഗവാനൊരു വരവും കിട്ടിയിട്ടുണ്ട്. അത് ഭർത്താവിന് ഈ വരം കിട്ടിയപ്പോൾ അതിനെ സാർത്ഥകമാക്കണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടേ? അതിങ്ങനെ ഒന്ന് ആലോചിച്ചു എന്നാ. അപ്പോൾ ഭഗവാനെ സ്മരിച്ചിട്ട് പറഞ്ഞു, എനിക്കും സന്തതി ഉണ്ടായാൽ തരക്കടില്ല എന്നൊരു മോഹമുണ്ട്, അങ്ങക്ക് വിരോധമാവില്ല വെച്ചാൽ. അപ്പോൾ ശരി എന്ന് പറഞ്ഞു അത്രേ. അപ്പോൾ ഈ ശരീരം നന്നാക്കണ്ടേ എന്നായി. വീട് വേണം. അപ്പോൾ പലതും നിയമങ്ങളൊക്കെ ഒന്നിങ്ങനെ സൂചിപ്പിച്ചു. നല്ലൊരു സ്ഥലം വേണ്ടേ, അതേപോലെ ഹണിമൂണൊക്കെ വേണ്ടേ, മനസ്സിന് സന്തോഷം, ഇങ്ങനെയുള്ളതൊക്കെ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ സൂചിപ്പിച്ചു അത്രേ. പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ കർദമൻ ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഓ എന്നായിക്കോട്ടെ. അപ്പോൾ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ട് ഒരു കാമക വിമാനം ഉണ്ടാക്കിയെന്നാ. അത് മറ്റൊരു ഭൂമിയെ പോലെയാണ്. ഭൂമിക്ക് ഇങ്ങനെ സ്വയമേവ സഞ്ചരിക്കുമല്ലോ. എന്ന കൂട്ടത്തിൽ ഇത് 7 നിലയുള്ള വലിയൊരു വിമാനമാണ്. ആ വിമാനത്തിന് സങ്കല്പയാത്രയാണ്. അതിൽ കയറിയിട്ട് ഇന്ന ദിക്കിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞാൽ അവിടേക്കാണ് പോകും. അതിപ്പോൾ സൂര്യനിലായാലും ചന്ദ്രനായാലും, സൂര്യനിൽ ചെന്നാൽ ചൂടുമില്ല, ചന്ദ്രനിൽ ചെന്നാൽ തണുപ്പുമില്ല എന്നർത്ഥം. അതാണ്. ഏത് മഞ്ഞിൻ്റെ മുകളിലായാലും, കൈലാസത്തിൻ്റെ മുകളിൽ, ഹിമവാൻ്റെ മുകളിൽ, മഞ്ഞിൻ്റെ കട്ടയുടെ മുകളിലാണ് ചെന്നിരിക്കാം. തണുപ്പ് ഇങ്ങോട്ട് വരില്ല. സർവകാല സുഖാവഹം. എല്ലാ ഋതുക്കളും ഒരുപോലെ. അത്രയ്ക്കുള്ള മേന്മയാണ്. എന്തൊക്കെയാണ് മേന്മ ചോദിച്ചാൽ നിശ്ചയില്ല. എല്ലാ ദിക്കിലും കൊട്ടാരങ്ങൾ ധാരാളമായിട്ട്, ക്രീഡാ വിഹാര രംഗങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഉദ്യാനമായാലും വേണ്ടില്ല, മറ്റേ ബെഡ്റൂം ആയാലും വേണ്ടില്ല, സകലതുമുണ്ട്. അതിഗംഭീരമായിട്ടുള്ള അലങ്കാരങ്ങൾ, വിളക്ക് വേണ്ട, കാരണമൊക്കെ രത്നത്തിൻ്റെ പ്രകാശങ്ങൾ സ്വയമേവ പ്രകാശിക്കുന്നതാണ്. ഇപ്പോൾ രാത്രിയും പകലും അറിയുന്നില്ല. ഒക്കെ വേണ്ടത് വേണ്ട പോലെ. അപ്പോൾ ഈ ശരീരം ഇങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ കർദവൻ പറഞ്ഞു, ഒന്ന് കുളിച്ചു വരൂ ബന്ധു സരസിൽ. എല്ലാ ദിവസവും കുളിക്കണതാട്ടോ. കുളിച്ചു വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒട്ടും മടിയില്ല. എന്താ പറഞ്ഞു വെച്ചാൽ അതങ്ങോട്ട് ചെയ്യുക, അത്രയേ ഉള്ളേ. പോയിട്ട് കുളിച്ചു വന്നു. കുളിച്ചു വന്നു എന്നങ്ങനെയല്ല, കുളിച്ചു മുങ്ങി കഴിഞ്ഞപ്പോഴാണ് വ്യത്യാസം. ഒരു 1000കണക്കിന് ദാസിമാരിങ്ങനെ ചുറ്റും നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എണ്ണ തേക്കാനുള്ള ആൾ, പലതും ഉണ്ട്. സൗന്ദര്യവർദ്ധനത്തിന് എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ. യൗവനമൊക്കെ വ്യത്യാസപ്പെട്ടു. ഇതിന് പറയണു അതിഗംഭീരമായിട്ടുള്ള കുളിയാണ്. ഒക്കെ വേഗം കഴിഞ്ഞു കേട്ടോ. കുളിച്ച് അതിസുന്ദരിയായിട്ട് പുറത്തേക്ക് വന്നപ്പോൾ കർദമൻ പഴയ പോലെ തന്നെ നിൽക്കുക, മെലിഞ്ഞ് ഉണങ്ങി വൃദ്ധനായിട്ട്. അത് കണ്ടപ്പോൾ ഒരു സുഖല്യാണ്ടേ. വിമാനം അവിടെ നിൽക്കണമുണ്ട്. കയറിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം മടിച്ചു അത്രേ.
അപ്പോൾ കർദമൻ സ്വന്തം ശരീരം ഒന്ന് നോക്കി, ഓ അതുകൊണ്ടാ. അപ്പോൾ കർദമനും അതേപോലെ തന്നെ അതിസുന്ദരനായി, രണ്ടുപേരും മെയ്ഡ് ഫോർ ഈച്ച് അതർ ആയി. അങ്ങനെ വിമാനത്തിൽ കയറി യാത്രയാണ്. എവിടേക്കാണ് പോകേണ്ടത്? എവിടേക്കാണ് പോകേണ്ടതെന്നുള്ളപ്പോൾ ഈ ദേവഹൂതിക്ക് അത്രയ്ക്കുള്ളത് ഉണ്ടോ എന്ന് ശരിയാ. എവിടേക്കാച്ചാൽ അവിടേക്കാ, അങ്ങയുടെ ഇഷ്ടം, അത്രയേ ഉള്ളൂ. അപ്പോൾ അഷ്ടദിക് പാലകന്മാരുടെ ഗൃഹത്തിലൊക്കെ പോയി എന്നാണ്. വൈശ്രംഭകം, സുരണസം, നന്ദനം, അമരാവതി, തേജോവതി, സംയമനി, കൃഷ്ണാംഗന, ശ്രദ്ധാവതി, ഗന്ധവതി, മഹോദയ, വിഭാവരി, യശോവതി, ഇതൊക്കെ അഷ്ടദിക് പാലകന്മാരുടെ 10 ദിക്കിലുള്ള ദേവന്മാരുടെയും കൊട്ടാരത്തിലൊക്കെ പോയി എന്നാണ്. അങ്ങനെ ഓരോ ദിവസവും എങ്ങനെ നിമിഷം പോലെയാണ് കേട്ടോ, വളരെ വേഗം കഴിഞ്ഞു പോവുക. ഇങ്ങനെ കർദമ ദേവഹൂതിമാർ വായുവിനെ പോലെ മനോവേഗത്തിൽ സഞ്ചരിക്കുകയും ചെയ്തു. ദേവന്മാർക്ക് പോലും അത്ഭുതമായി ഇത്രേ. കാരണം ഇത്ര അനുഗ്രഹം ആർക്കാ കൊടുക്കാൻ സാധിക്കുക? ഭഗവാൻ പോലും കൊടുക്കുന്നു തോന്നുന്നില്ല. അനന്യശരണാഗതർക്ക് ഇതുപോലെയൊക്കെ ഭഗവാൻ അനുഗ്രഹം കൊടുക്കും അല്ലേ? ഇപ്പോൾ കർദമനാണോ കൊടുത്തത്, ദേവഹൂതിക്കാണോ കൊടുത്തത് അറിയില്ല. അങ്ങനെ 100 വർഷം സഞ്ചരിച്ചും കൊണ്ട് സുഖിച്ചു. പോണ വഴിക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഇതാ നമ്മുടെ ഭൂമി ഒന്ന് കണ്ടോളൂ, ഭൂഗോളമായിട്ട് കാണിച്ചു കൊടുത്തു എന്നാണ്. അങ്ങനെ 14 ലോകങ്ങളും പാതാളം മുതൽ ബ്രഹ്മലോകം വരെ എല്ലാ ദിക്കിലും കാണിച്ചു കൊടുത്തു. അതൊക്കെ ഓരോ മുഹൂർത്തം, ഇത്രയേ ഉള്ളൂ. 100 കൊല്ലം കഴിഞ്ഞു കേട്ടോ അപ്പോഴേക്ക് ഇവിടെ. അങ്ങനെ അതിൻ്റെ ഒരു സമയം വന്നു കഴിഞ്ഞപ്പോൾ ഈ കർദമൻ 9 രൂപത്തെ സ്വീകരിച്ചുകൊണ്ട് ദേവഹൂതിയിൽ പ്രവേശിച്ചു എന്നാണ്. അതിൽ 9 പെൺകുട്ടികളുണ്ടായി, അതീവ സുന്ദരികൾ. അപ്പോൾ പ്രസവിച്ചിറക്കണം, അല്ലെങ്കിൽ ആ സമയത്താണ് തിരിച്ചു പോരാറായി 100 കൊല്ലം കഴിഞ്ഞപ്പോഴേ. അങ്ങനെ കാമകവാനം ഈ ആശ്രമത്തിൻ്റെ സമീപത്തെത്തി. വീണ്ടും അതിന് എല്ലാവരും ഇറങ്ങി. അപ്പോൾ ഈ 9 കുട്ടികളുണ്ട്, അച്ഛനും അമ്മയുണ്ട്. അപ്പോൾ വളരെ ഉത്സാഹം, എന്തൊരു ഭംഗിയാണെന്ന് വെച്ചില്ല. കുട്ടികളൊക്കെ താമരയെ പോലെയാണെന്നൊക്കെ പറയും. ഇങ്ങനെയൊക്കെയാണ്. ഏതായാലും ദേവഹൂതിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കർദമൻ പറഞ്ഞു, അതേ സന്താനം ഉണ്ടായാൽ ഞാൻ സന്യസിക്കുന്നതാണ് പറഞ്ഞിരിക്കണത്, ഞാൻ മെല്ലെ പോകാൻ നോക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ദേവഹൂതിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ദേവഹൂതി നല്ലോണം ഭഗവാനെയൊക്കെ ഒന്ന് സ്മരിച്ചു, ദുഃഖമൊക്കെ ഒന്ന് കാണിച്ചു. അങ്ങിപ്പോൾ എനിക്ക് വേണ്ടത് തന്നു എന്നാണ് ഞാൻ പറയേണ്ടത്, തന്നില്ല എന്നാണ് പറയേണ്ടതെന്ന് വെച്ചില്ല എന്നൊക്കെ ആമട്ടാ. എനിക്കിപ്പോൾ പെൺകുട്ടികളല്ലേ തന്നത്, ഇവരെ കൊടുക്കുകയൊക്കെ വേണ്ടേ? ഇവർ വലുതായി കഴിഞ്ഞാൽ അതിനൊക്കെ അങ്ങും പോവുക വെച്ചാൽ പിന്നെ ഞാനും പെൺകുട്ടികളും മാത്രം എന്താ ചെയ്യുക? ഒരാണ് വേണ്ടേ സഹായത്തിന്? ഒരു പുത്രനെ തരൂ. അപ്പം അങ്ങ് ആത്മതത്വമൊക്കെ മറന്നു എന്നുള്ള മട്ടായി. അങ്ങേ കിട്ടിയിട്ടും ഞാനാണെച്ചാലോ ഈ ശരീരസുഖം മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. അതൊരു ദോഷമായി, എൻ്റെ ദോഷമാണ്. സത്സംഗം കിട്ടിയിട്ട് ഞാനത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധിച്ചില്ലല്ലോ എനിക്ക്. ഇപ്പോൾ സത്സംഗം മോക്ഷഹേതുവും ദുസ്സംഗം നരകഹേതുവാണെന്നല്ലേ പറയുക. ഇതിപ്പോൾ ഇത് കിട്ടിയിട്ടും ഞാൻ എന്തെനിക്കിങ്ങനെ വരാൻ കാരണം എന്നൊക്കെയായി. അപ്പോൾ എന്നെ സംസാരം കടത്തി തരണം എന്ന് പറഞ്ഞു. എനിക്ക് വൈരാഗ്യം തരണം. ദേവഹൂതി ഇതിങ്ങനെ പറയുമ്പോൾ കർദമൻ നല്ലോണം ആലോചിച്ചു. ഭഗവാനെ കണ്ടത്, ഭഗവാന്റെ വരം തന്നത്, ഈ ഭഗവാന്റെ മായ, ഇത് വല്ലാത്തൊരു കഥ തന്നെയാണ്. അപ്പോൾ കർദമൻ പറഞ്ഞു, അതേ നേരേക്കാം. ദേവഹൂതിക്ക് ഈ ഒരു തരം നിരാശയാണ്. അപ്പോൾ വിരക്തി, പശ്ചാത്താപം, ഇങ്ങനെയൊക്കെ ഒരു ഭാവം വന്നിട്ടുണ്ട്. ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അമ്മയെ ഞാൻ രക്ഷിച്ചോളാമെന്ന്. അപ്പോൾ കർദമൻ ഭഗവാനെ നല്ലോണം ഒന്ന് സ്മരിച്ചു. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഓർത്തു നിന്നിട്ട് ദേവഹൂതിയോട് പറഞ്ഞു, നമുക്ക് ഭഗവാൻ തന്നെ പുത്രനായിട്ട് ജനിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനത് അത്ര നിരീക്കുണ്ടായില്ല, അത്രയേ ഉള്ളൂ. ആത്മനിന്ദ പാപാണ്, സ്വയം നിന്ദിക്കരുത് കേട്ടോ. ഇപ്പോൾ ഭർത്താവിനെ കിട്ടിയിട്ടും അദ്ദേഹം മഹാകേമനാണ്, എന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആയില്ലേ എന്നൊക്കെയാണ് പറഞ്ഞതേ. അപ്പോൾ എൻ്റെ കുറ്റം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ആത്മനിന്ദ വേണ്ട. ആത്മനിന്ദ മഹാപാപാണ്. ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ട്, ആ ഭഗവാനെ നിന്ദിക്കലായിട്ടല്ലേ വരിക എന്നൊക്കെ ഉപദേശിച്ചു. മാത്രമല്ല നീ എന്നേക്കാൾ തപസ് അതിൻ്റെ ഫലമൊക്കെ നേടിയ ആളാണ്. വ്രതനിഷ്ഠ, പാതിവ്രത്യം, ഇതൊക്കെ ഉണ്ടല്ലോ. അതേപോലെ നിഷ്കളങ്ക ഭാവമാണ്, ദേഹശുദ്ധിയുണ്ട്, മനഃശുദ്ധിയുണ്ട്, ലക്ഷ്യശുദ്ധിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി തപസ് ചെയ്തോളൂ. ഭഗവാനെ അവതരിക്കാനുള്ള പാത്രം നന്നാവണം, അതുകൊണ്ടാണ്. ഇത് കേട്ടതോട് കൂടിയിട്ട് ദേവഹൂതി വളരെയധികം സന്തോഷിച്ചു. നല്ലോണം ശ്രദ്ധിച്ച് ഭജിക്കാൻ തുടങ്ങി. ഭർത്താവൊപ്പം കൂടി 2 പേരും കൂടി ഭഗവാനെ നല്ലോണം പൂജിച്ചു. ഒരു തപസ് തന്നെ, മറ്റൊരു തപസ്.
ഇപ്പോൾ ഈ തപസ് ആവശ്യമുണ്ടായിട്ടല്ല, പക്ഷെ എന്നാലും ചെയ്തു എന്നാ. അങ്ങനെ സമയം വന്നു കഴിഞ്ഞപ്പോൾ ഭഗവാൻ അവരിൽ പുത്രഭാവേന അവതരിച്ചു. അരണിയിൽ അഗ്നി എങ്ങനെയാണോ ഉണ്ടായത് വെച്ചാൽ അതേപോലെ അരണി കടഞ്ഞ അഗ്നി ഉണ്ടാവില്ലേ എന്ന കൂട്ടത്തിൽ ഭഗവാൻ അവിടെ ഒരു പ്രകാശമായിട്ട് ഇവർക്ക് ഉണ്ണിയായിട്ട് പിറന്നു എന്നാണ്. കപില വർണ്ണത്തിലാണ്. അതുകൊണ്ട് കപില മഹർഷി, കപിലൻ എന്ന് പേരിട്ടു. മഹർഷി ആവാനാ പോണ, സിദ്ധനാവാനാ പോണ. സിദ്ധന്മാർക്കും പതി ഈശ്വരനായിട്ടാണ്. അപ്പം അതുകൊണ്ട് ആ രീതിയിൽ തന്നെ കപിലൻ എന്നാണ് പേരിട്ടതൊക്കെ. അപ്പോഴേക്ക് ആ സമയത്ത് ബ്രഹ്മാവ് തന്നെ അവിടെ വന്നു എന്നാണ്. ഈ ബ്രഹ്മാവിൻ്റെ മക്കളായിട്ടുള്ള മരീചി തൊട്ടുള്ള പുത്രന്മാരൊക്കെ വന്നു. മരീചി, രാത്രി, അങ്കിരസ, പുലസ്ത്യ, പുലഹ, ക്രതു, ഭൃഗുർ, വസിഷ്ഠ ഇവരൊക്കെ വന്നു. അപ്പോൾ അതിൽ ഈ ദേവഹൂതിയുടെ 9 പുത്രിമാരെ, ചെറിയ കുട്ടികളാട്ടോ, അവരെയൊക്കെ കല്യാണം കഴിച്ചോളൂ എന്ന് ബ്രഹ്മാവ് തന്നെ പറഞ്ഞു. ആ കല്യാണമൊക്കെ നേരം പോലെ നടത്തി കൊടുത്തു എന്ന്. അപ്പോൾ കപില മഹർഷി അവിടെ ഉണ്ട്. കപില മഹർഷിയെ നന്നായിട്ട് സ്തുതിച്ചു. നമ്മൾ ഈ കപില മഹർഷി എന്ന് പറയാനുള്ള കാരണം അദ്ദേഹം ജന്മനാ തന്നെ അങ്ങനെ ഒരു ഭാവമാണ്, ഈശ്വരനാണ്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ആ ഭഗവാനെ നല്ലോണം ഒന്ന് സ്തുതിച്ചു. എന്നിട്ട് ഈ ദേവഹൂതിയോട് പറഞ്ഞു ബ്രഹ്മാവ്, ദേവഹൂതി, ഇത് ഇടിമിന്നലിന് തുല്യമായിട്ടുള്ള ഈ പ്രകാശമുള്ള ഈ ഉണ്ണില്ലേ, ഇത് ഭഗവാൻ തന്നെയാണ്. സാങ്ക്യം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ജന്മം കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒട്ടും പരിഭ്രമിക്കണ്ട. ദേവഹൂതിയെ കൂടി മുക്തയാക്കും കേട്ടോ. അച്ഛനും അമ്മയ്ക്കുമൊക്കെ മുക്തി കിട്ടും. അങ്ങനെയാണ് ഭഗവാന്റെ അവതാരം. അപ്പം അതുകൊണ്ട് ഒട്ടും പരിഭ്രമിക്കണ്ട, സന്തോഷിച്ചോളൂ എന്ന് പറഞ്ഞു. ഈ ആത്മവിസ്മൃതി ഉണ്ടല്ലോ, അതിൽ നിന്ന് മോചനം തരും, ഉപദേശം തരും കേട്ടോ, വേണ്ട സമയത്ത് ചോദിച്ചോളൂ എന്നെല്ലാം അനുഗ്രഹിച്ചു. അങ്ങനെ കുട്ടികളെ വിവാഹം ചെയ്ത് കൊടുക്കുകയാണ്. മരീചിക്ക് കലയെ, അനസൂയ അത്രി, ശ്രദ്ധ അങ്കിരസ്, ഹവിർഭു പുലസ്ത്യൻ, ഗതി പുലഹൻ, അതേപോലെ ക്രിയ ക്രതു, ഖ്യാതി ഭൃഗു, അരുന്ധതി വസിഷ്ഠൻ, ഇങ്ങനെയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തു. ശാന്തി അഥർവാവ്, ഇങ്ങനെയാണ് 9 കുട്ടികളെ വിവാഹം കഴിച്ചു കൊടുത്തത്. ഇപ്പോൾ അതിൽ മഹാജ്ഞാനന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അരുന്ധതി വസിഷ്ഠനാണ് സപ്തർഷികളൊക്കെ ഉണ്ടായതേ. ശക്തി, പരാശരൻ, ഇപ്പം ഇങ്ങനെയുള്ള ഒരു ബന്ധമൊക്കെ ഉണ്ട്. അതേപോലെ കശ്യപൻ ഉണ്ടായത് മരീചിക്ക് കലയിലാണ്. ദുർവാസാവ്, ചന്ദ്രൻ, ദത്താത്രേയൻ, അത് ഭഗവാന്റെ തന്നെ അവതാരം, അത്രിയാനസൂയയിലെ ത്രിമൂർത്തികളായിട്ട്. പിന്നെ ഈ രാവണനൊക്കെ ഉണ്ടായത് ഹവിർഭുവിലെ പുലസ്ത്യന് ഉണ്ണിയായിട്ടാണ്. പിന്നെ ക്രിയാക്രതു, അതിൽ 60,000 ബാലഖില്യന്മാരുണ്ടായിന്ന. ഭൃഗുഖ്യാതി, അതിൽ ലക്ഷ്മി തന്നെ പുത്രിയായിട്ട് വന്നു. ഇങ്ങനെ അതിഗംഭീരമായിട്ടുള്ള ഒരു മക്കളുടെ വിവാഹം, അതിലുണ്ടായിട്ടുള്ള പരമ്പര, അതൊക്കെ ദേവാംശങ്ങളായിട്ടുണ്ടായി. അത്രയും ഗംഭീരമാണെന്ന് പറയുകയാണ്. തപസ്സിൻ്റെ ഫലമാണ് അതൊക്കെ. അപ്പോഴേക്കും കപിലന് 3 വയസ്സായി. അവരെല്ലാവരും പോയി, ഇവരൊറ്റയ്ക്കായി. കർദമൻ ആ സമയത്ത് ഈ കപില മഹർഷിയെ നമസ്കരിച്ചു. അച്ഛൻ മകനെ നമസ്കരിച്ചു. 3 വയസ്സായിട്ടും ആയിട്ടുള്ളൂ. അപ്പോൾ ഈ സംസാരത്തിനിടയ്ക്ക് ഭക്തർക്ക് ഭഗവത് ദർശനം, ഭഗവത് അനുഗ്രഹം, ഇതൊക്കെ ഭഗവാനാൽ കൊടുക്കപ്പെടുന്നതാണ്. അപ്പം അങ്ങനൊരു തോന്നലുള്ളിൽ വന്നപ്പോഴാണ് ഈ അച്ഛൻ മകനെ ഇങ്ങനെ നമസ്കരിച്ച്, അങ്ങ് പുത്രനായിട്ട് വന്നു, എനിക്ക് അങ്ങയെ കിട്ടി, അങ്ങയ്ക്ക് ജന്മമില്ല, കർമ്മമില്ല, രൂപമില്ല, ഒന്നുമില്ല. പക്ഷേ എന്നിട്ടും ഈ സകല സ്വരൂപം സ്വീകരിച്ച് സാഖ്യ ആചാര്യനായിട്ട് തീരാൻ വേണ്ടിയിട്ട് എൻ്റെ പുത്രനായിട്ട് വന്നുല്ലോ. ഐശ്വര്യം, വീര്യം, ശ്രീ, യശസ്, ജ്ഞാനം, വൈരാഗ്യം, ഈ 6 ഭാഗങ്ങളുള്ളതായിട്ടുള്ള ഭഗവാൻ. ഉൽപ്പത്തി, വിനാശം, വിദ്യ, അവിദ്യ, ഗതി, വിഗതി, അല്ലെങ്കിൽ ജീവഗതി, ആഗതി, വിഗതി, അതുള്ളതായിട്ടുള്ള ഈ ഭഗവാൻ. ജ്ഞാനം, വൃദ്ധി, സമ്പത്തി, യശസ്, ബലം, ഈ ഈശ്വരഭാവം, ഇത് ഉള്ളതായിട്ടുള്ള ഭഗവാനെ അങ്ങ് എൻ്റെ പുത്രനായിട്ട് പറഞ്ഞല്ലോ. എനിക്കത് ഒരു വല്ലാത്തൊരു അത്ഭുതമാണ്. 23 സിദ്ധികൾ, അഷ്ടൈശ്വര്യങ്ങൾ, അങ്ങനെയൊക്കെയാണല്ലോ ഭഗവാന്റെ ഭഗവത്വം, അങ്ങനെയാണല്ലോ വരിക. അതൊക്കെ ഉള്ളതായിട്ടുള്ള അങ്ങ് എൻ്റെ പുത്രനായിട്ട് പറഞ്ഞല്ലോ. ഞാൻ അത്ഭുതപ്പെടുകയാണ്. അങ്ങക്ക് അനുഗ്രഹിക്കാൻ ഏതൊക്കെ രീതികളുണ്ടോ ചോദിച്ചാൽ അതും അറിയില്ല. അതുകൊണ്ട് ഭഗവാനെ ഞാൻ ഇനി എന്താ വേണ്ടേ? ഉണ്ണി ഉണ്ടായാൽ പത്നിയെ ഉപേക്ഷിച്ച് സന്യസിക്കുമെന്നാണ് പറഞ്ഞിരിക്കണത്. അങ്ങേ തന്നെ പുത്രനായിട്ട് കിട്ടി. അപ്പോൾ അങ്ങേ പൂജിക്കുകയാണോ വേണ്ടത്, കാട്ടിൽ പോവുകയാണോ വേണ്ടത് ചോദിച്ചു. അപ്പോൾ അങ്ങിപ്പോൾ ബ്രഹ്മമാണ് എന്ന പ്രകൃതിയിൽ വന്നിട്ടുമുണ്ട്.
അപ്പോൾ ആരെയാണ് ഞാൻ ബ്രഹ്മോപാസന വേണോ സകല സ്വരൂപത്തെ സേവിക്കണോ എന്നാണ് ചോദ്യം. അപ്പോൾ വീണ്ടും വീണ്ടും നമസ്കരിച്ച് കിടക്കുന്നതായിട്ടുള്ള ഈ അച്ഛനോട് മകൻ പറഞ്ഞു, ദേവകടം, ഋഷികടം, പിതൃകടം ഇതൊക്കെ തീർക്കാനാണല്ലോ അങ്ങ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. അപ്പോൾ കർദമൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, തപസ് ധാരാളം ചെയ്തു, യാഗാദി കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ദേവകടങ്ങളൊക്കെ തീർന്നിറക്കണം. പിന്നെ വേദത്തിൻ്റെ പ്രയോഗങ്ങൾ പഠിപ്പിക്കൽ പലതും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാധ്യായാദികൾ ഉണ്ടാവുകൊണ്ട് ഋഷികടവും തീർന്നിറക്കണം. പുത്രനായിട്ട് അങ്ങേ തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതും തീർന്നു. ദേവകടം, ഋഷികടം, പിതൃകടം ഒക്കെ തീർന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ അതൊന്ന് ആവർത്തിച്ചിട്ട് പറഞ്ഞു, അങ്ങേക്ക് ഇനി കടമകളൊന്നുമില്ല, മുക്തനാവാം. എൻ്റെ വാക്കാണ് വേദം. ഭഗവാൻ പറയുക, അങ്ങയ്ക്ക് മകനാവണം എന്ന് ഞാനാണ് നിശ്ചയിച്ചത്, അങ്ങനെ മകനായി. ഇനി സാങ്ക്യം പ്രചരിപ്പിക്കണം, അത് മോക്ഷമാർഗ്ഗമാണ്. പ്രകൃതി പുരുഷ ലക്ഷണം സാങ്ക്യം. താത്വികമായിട്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഇതൊക്കെ ഒരു അടുക്കും ചിട്ടയുമായിട്ട് എല്ലാവർക്കുമായിട്ട് കൊടുക്കണം. അതൊക്കെ നഷ്ടപ്പെട്ടു, ശിഥിലമായിരിക്കണം. അതുകൊണ്ടാണ്. അപ്പം അതിന് ഞാനിവിടെ നിൽക്കുക അധികം ഉണ്ടാവില്ല, അങ്ങ് പോയിക്കോളൂ. അങ്ങക്ക് എപ്പോഴും എൻ്റെ ഒരു സ്മരണയുണ്ടാവും. ഒടുക്കം അങ്ങ് എന്നിൽ എത്തുകയും ചെയ്യും. എൻ്റെ പ്രിയനാണ് അങ്ങ്, മൃത്യു കൂടി ജയിക്കാൻ സാധിക്കും കേട്ടോ അങ്ങക്ക്. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കണോ പോകണോ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ അതിന് ഉത്തരവായിട്ട് പറഞ്ഞത്, ഞാനിപ്പോൾ അങ്ങയുടെ പുത്രൻ, ഇനി കല്യാണമൊക്കെ കഴിച്ച കുട്ടികളായി, ഇങ്ങനെ സകുടുംബം അങ്ങനെയൊക്കെ ആയാൽ ഈ കുടുംബ ബന്ധം വിടില്ല, ആസക്തി വിടില്ല. അതൊക്കെ വലിയ ഭാരമാണ്. അപ്പോൾ അതൊന്നും വേണ്ട, ഞാൻ കല്യാണവും കഴിക്കണ്ടാവില്ല, അല്ലെങ്കിൽ അതൊന്നും അങ്ങേക്ക് ഭാരമില്ല എന്നെല്ലാം പറഞ്ഞു. പിന്നെ ഒരു വിവാഹമൊക്കെ കഴിക്കണ്ട കേട്ടോ. എന്നാലും ഭാഗവതത്തിലൊന്നും പരാമർശമില്ല. അങ്ങ് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. കാരണം ഇനി വീണ്ടും ഒരു ആസക്തനായിട്ട് തിരിച്ചു വരണ്ട, അങ്ങ് സന്യസിക്കാനുള്ള സമയമായിരുന്നു. മുക്തി അങ്ങ് എന്ത് ചെയ്താലും ഇനി മുക്തി കിട്ടുകയും ചെയ്യും എന്നും പറഞ്ഞു അനുഗ്രഹിച്ചു. അങ്ങനെ ആത്മവിദ്യ അങ്ങയ്ക്ക് കിട്ടിയിരിക്കണോ, ഞാനത് അമ്മയ്ക്ക് ഉപദേശിച്ച് കൊടുക്കുകയും ചെയ്തോളാം. അമ്മയെ ഞാൻ രക്ഷപ്പെടുത്തിക്കൊള്ളാം. ആ കടവും കൂടിയും ഞാൻ ഏറ്റു, അങ്ങ് യാത്രയായിക്കോളൂ എന്ന് പറഞ്ഞു. അമ്മയും എന്നിലെത്തും, അങ്ങും അച്ഛനും എന്നിലെത്തും. ഇത്രയല്ലേ വേണ്ടു. ഇത് കേട്ടപ്പോൾ സന്തോഷമായി. അപ്പോൾ വീണ്ടും പ്രദക്ഷിണമൊക്കെ വെച്ച് നമസ്കരിച്ച് ഭഗവാനോട് യാത്രയും പറഞ്ഞ് ഭക്തനായിട്ടുള്ള ഭഗവാന്റെ അച്ഛനായിട്ടുള്ള കർദമ പ്രജാപതി പോയി തപസ്സിനായിട്ട്. അപ്പോൾ ഭഗവാന്റേതായിട്ടുള്ള കഴിവുകളൊക്കെ ഇവർക്കൊക്കെ ഉണ്ട് എന്ന് സാരം. അതാണ് അണിമ, മഹിമ, ലഹിമ, ഗരിമ, പ്രാപ്തി, പ്രാഗാമ്യം, ഈശിത്വം, വശിത്വം, ഈ അഷ്ടൈശ്വര്യങ്ങൾ, മറ്റ് 23 സിദ്ധികളൊക്കെ ഈ ഭഗവാനുണ്ട്. അതേപോലെ തന്നെ കർദമനുണ്ട്, ദേവഹൂതിക്കുണ്ടേ. അതാ രസം. ഇങ്ങനെ അതിസന്തുഷ്ട ഭാവത്തോട് കൂടിയിട്ടാണ് ആ കുടുംബം. അതേപോലെ തന്നെ കപില മഹർഷിയുടെ സഹോദരിമാരാൽ ഈ ബ്രഹ്മാവിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് സൃഷ്ടി വളരുക എന്നാണല്ലോ ഉദ്ദേശം. അതും അതേപോലെ തന്നെ നടന്നു എന്ന്. അപ്പം ഇങ്ങനെ ശൗനക മഹർഷി ഈ സൂതനിൽ നിന്നും കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് വിതുര മൈത്രേയ സംവാദമായിട്ടാണ് ഇവിടെ ഭാഗവതത്തിൽ കൊടുത്തിരിക്കുന്നത്. 3, 4 സ്കന്ധം മുഴുവൻ വിതുര മൈത്രേയ സംവാദ. വിഷ്ണു പുരാണം ആണ് ഈ മൈത്രേയ മഹർഷി പറയണത്. അത് പരാശര മഹർഷിയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ശ്രീശുക ബ്രഹ്മർഷി ഇപ്രകാരത്തിലൊക്കെ പരീക്ഷത്തിനോട് പറയുകയാണ്, ഇങ്ങനെയൊക്കെയാണ് അവിടെ അച്ഛനും അമ്മയും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കപിലമൂർത്തിയായിട്ട് ഭഗവാൻ ചെയ്തത് കേട്ടോ. അങ്ങും ഇതേപോലെ രക്ഷപ്പെടും കേട്ടോ. അത് ഈ ഭഗവാന്റെ എന്നുവെച്ചാൽ ശ്രീശുക ബ്രഹ്മർഷിയുടെ ഉപദേശം മാത്രമേ വേണ്ടൂ എന്ന് സാരം. അതാണ്. അങ്ങനെ വിരഹം, ഈ ദേവഹൂതിക്ക് ഭർത്താവ് യാത്രയായി, മകൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ജീവിതചര്യയ്ക്കൊക്കെ ലേശം വ്യത്യാസം വന്നു. ഒടുക്കം വിരഹം വന്നു, വിരക്തി വന്നു. അപ്പോൾ മകനെ സമീപിച്ചു ഒന്ന് നമസ്കരിച്ചിട്ട് എന്നെ രക്ഷിക്കണമെന്ന് പറയുകയാണ്. അപ്പം അതുവരെ ഭഗവാൻ കാത്തിരുന്നു എന്ന്. ആ അമ്മയ്ക്ക് മകൻ കൊടുക്കുന്നതായിട്ടുള്ള ഉപദേശമാണ് ഈ കാപിലം എന്ന 9 അധ്യായം. അത് നമുക്ക് അടുത്തേൽ കേൾക്കാം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ. ഇത് തൃതീയ സ്കന്ധത്തിൽ 22ഉം 23ഉം 2 അധ്യായങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. നാരായണ നാരായണ നാരായണ.